പ്രവീണേ വിസ വീണ്ടും റിജക്റ്റ് ആയല്ലേ? ആ ഇനി മേലോട്ട് നോക്കി നിൽക്കാം. അല്ലെങ്കിലും വിദേശത്ത് പോയി പഠിക്കാൻ വേണേ ഒരു ഭാഗ്യം. പ്രവീണേ വീണ്ടും റിജക്റ്റ് ആയല്ലേ? വാട്സപ്പ് ഗ്രൂപ്പില് കണ്ടായിരുന്നു. ഗ്രൂപ്പ് അംഗങ്ങൾക്ക് സുപ്രഭാതം. നമ്മുടെ ജാനി ചേച്ചിയുടെ മകനില്ലേ പ്രവീൺ, അവന്റെ വിസ 3ാമത് റിജക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫേക്ക് ഏജൻസീസേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലില്ലാത്ത കോഴ്സൊന്നും അല്ലല്ലോ. പിന്നെ അല്ലാതെ സർവീസ് ചാർജ്, കൗൺസിലിംഗ് ചാർജ്, വിസ ചാർജ്, ഈ ചാർജ്, ആ ചാർജ്, പിന്നെ അവന്റെയൊക്കെ ഒരു തട്ടിപ്പ് ചാർജ്. അന്ന് ഞമ്മാര് പൈസ വാങ്ങിച്ച് കൈ അങ്ങൊഴി, എന്നിട്ട് പറയും കോംപ്ലക്സ് പ്രൊഫൈലാണെന്ന്. നമ്മളത്ര കണ്ടിക്കുന്നതൊക്കെ കഴിഞ്ഞു. അതെ, എന്നാലേ 2 മാസത്തിനകം എൻ്റെ വിസ വരികയും ചെയ്യും, ഞാൻ ഫ്ലൈറ്റിൽ പറക്കുകയും ചെയ്യും. അതെങ്ങനെ? എക്സാം പ്രിപ്പറേഷൻ, എഡ്യൂക്കേഷൻ ലോൺ, വിസ പ്രോസസ്സിംഗ്, അക്കോമഡേഷൻ അസിസ്റ്റൻസ് എല്ലാം സ്മൂത്ത്. പിന്നെ നോ സർവീസ് ചാർജ് ആൻഡ് ഫ്രീ കൗൺസിലിംഗ്. അതെവിടെ? KC ഓവർസീസ് എഡ്യൂക്കേഷൻ, ട്രിവാൻഡ്രം. ഫേക്ക്, ഫ്രോഡ്, ഉടായ്പ് ഇതിനൊന്നും അവിടെ സ്പേസ് ഇല്ല. പ്രസിഡന്റേ, അപ്പൊ എല്ലാം പറഞ്ഞല്ലോ. ഓക്കെ, ശരി. ഇവിടെ ഇനി ഒരു ഉടായ്പ നടക്കൂല, എല്ലാത്തിനും നമുക്ക് ആളുണ്ടെന്നേ. ഞാൻ ഇല്ലേ പറയണേ. പിന്നെ സുനേഷേ, UK പോയിട്ട് ഫോട്ടോ അയച്ചു തരാം, ഒന്ന് ഗ്രൂപ്പിലിട്ട് വൈറലാക്കിയേക്കണേ. 27 വർഷത്തെ ട്രസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ്, 1000-ൽ കൂടുതൽ ഓതറൈസ്ഡ് യൂണിവേഴ്സിറ്റീസ്. KC ഓവർസീസ് എഡ്യൂക്കേഷൻ, ട്രിവാൻഡ്രം. എബ്രോഡ് സ്റ്റഡീസിന് KC അല്ലാതെ മറ്റാരും.